എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, യൂട്യൂബർക്ക് അതെന്നാ ആറാട്ടണ്ണനാ പേര് തന്നെ കേട്ടു. അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 11 ദിവസത്തിന് ശേഷമാണ് ജാമ്യം വന്നിരിക്കുന്നത്. എന്തായാലും 11 ദിവസം കിടന്നല്ലോ അല്ലേ, അത് മതി. ഇത് പലർക്കും ഒരു ഒരു മുൻകരുതലായിട്ട് കരുതിയാൽ മതി. കാരണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതം വളരെ പ്രിയപ്പെട്ടതാണ്. അത് പാവങ്ങളായാലും പണക്കാരായാലും അല്ലെ, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുത് തന്നെയാണ്. നിങ്ങളൊരിക്കൽ ഒരു പക്ഷേ പറഞ്ഞു പോയ ഏതെങ്കിലും ഒരു പൊട്ടത്തരം, ഏതെങ്കിലും തെറ്റായ ഒരു കാര്യം ഒരു പക്ഷേ അവരുടെ ജീവിതം തകർക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ വഴിക്കങ്ങ് പോയി, പക്ഷേ അനുഭവം മുഴുവൻ അവർക്കാണ് ഉണ്ടാകുന്നത്. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തനിക്ക് വ്യൂസ് കൂടുതൽ കിട്ടാൻ തന്നെ പിന്തുടർന്ന് വരുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകാനോ താൻ ആരൊക്കെയാണെന്നുള്ള താൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, തനിക്ക് എല്ലാവരും പിന്തുണയായിട്ട് ഉണ്ട്, എന്തും പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് വിഡ്ഢിത്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യരോട് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ആരെക്കുറിച്ച് എന്തും പറയാമെന്നുള്ള ആ ഒരു മനസ്സങ്ങ് മാറ്റി വെച്ചിട്ട് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ. നമ്മൾ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിലൂടെ മുന്നേറും. നല്ലത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ മോശമുള്ളത് പറയുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർ വരുന്നത് അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിത് പറയുന്നത് കൊണ്ടാണ് ആളുകൾ കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് കേൾക്കില്ല. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ വ്യൂസും കിട്ടും, ഒത്തിരി സബും കിട്ടും. പക്ഷേ നേരായ കാര്യം നല്ലതായിട്ട് പറയുന്നവർക്ക് സാധാരണ രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷേ അതിൽ ഉള്ളവരെല്ലാവരും നന്മയുടെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളവരാണ്. അവരുടെ ചിന്തകളും നല്ലതായിരിക്കും. പക്ഷേ തൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതാണ് ആ ഒരു വ്യത്യാസത്തിലൂടെ ഈ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് അല്ലേ. മോശം കാര്യങ്ങൾ മാത്രം അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ അത്രയും നെഗറ്റീവാണുള്ളത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സ് അത്രയും നല്ലതാണെന്നാണ്. അതെൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, പലരുടെയും കാഴ്ചപ്പാടാണ് അല്ലേ. നമ്മൾ നല്ലതിലേക്ക് പോകും. നിങ്ങൾ ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നു, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, സ്വാഭാവികം. നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് നമുക്കിഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുന്നു ഇല്ലേ, സമ്മതിച്ചു. പക്ഷേ നമ്മളൊരു ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാൻ പോകുന്നു, നിങ്ങളതിൻ്റെ ഭംഗി മാത്രം നോക്കുമോ? ഭംഗി മാത്രം നോക്കി വാങ്ങിക്കുന്ന എത്ര പേരുണ്ട്? ചിലർ കണ്ടിട്ടില്ലേ, ഓറഞ്ച് ആയാലും ആപ്പിളായാലും കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി അതിന് ഏകദേശം കുഴപ്പമില്ല എന്നറിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നവരുണ്ട് അല്ലേ. മിക്കവാറും എല്ലാവരും ചായ കുടിക്കുന്നവരാണ് അല്ലേ. ചായ കുടിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് പശുവിൻ്റെ പാല് കിട്ടും, പിന്നെ പാക്കറ്റ് പാല് കിട്ടും. ചിലർ ഏത് പാല് വെച്ചുള്ള ചായ കുടിക്കും. ചിലരെന്താണ് വീട്ടിൽ നിന്നുള്ള പശുവിൻ്റെ പാല് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ചിലർ മിൽമയുടെ പാല് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ സെപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഈ പാല് തന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും അല്ലേ. ആ ചീത്തയായ പാല് നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ. അപ്പം നല്ലത് ഏതാണ് മോശം ഏതാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം അല്ലേ. എന്ത് വസ്തുവും നമ്മൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കണം. നമ്മളൊരു കീറിയ വസ്ത്രം നമ്മൾ ഉപയോഗിക്കത്തില്ല. കീറിയ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ ശരീരം പുറത്ത് കാണും ഇല്ലേ. ഇതേപോലെ തന്നെയാണ് ചില ചാനലുകൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ മോശമായിട്ടുള്ള ഇത്രയും ഒന്നിലൊരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ ഏറ്റവും മോശമാക്കിക്കൊണ്ട് കുറേ എന്തൊക്കെയോ വീഡിയോസ് പറയുന്നു. ടൈറ്റിലൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് തോന്നുകയാണ് അവരെ ആ ഒരു ചാനലിനോട് തന്നെ. അത്ര മോശമായിട്ട്. പക്ഷേ അത് കാണാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്.
ഇഷ്ടം പോലെ. ഞാൻ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ താഴെ നോക്കും എത്ര വ്യൂസ് വന്നു, എത്ര ദിവസമായി. ഇത്രയും 1-2 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഒരുപാട് മില്യണാണ് വ്യൂസ് വന്നേക്കുന്നത്. എന്താണ് കിട്ടുന്നത്? നിങ്ങൾ അങ്ങനെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ചാനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബസമേതം ഇരുന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേൾക്കാൻ പറ്റില്ല. അത്ര മോശമായ കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത്. പക്ഷേ അത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളോ ഭാര്യയോ ഉൾപ്പെടെ കേട്ട് കഴിഞ്ഞാൽ, അച്ഛനോ അമ്മയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മനസ്സിലുണ്ടായ ആ സ്ഥാനം തന്നെ നഷ്ടപ്പെടും. നേരെ മറിച്ച് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളുള്ള വീഡിയോസ് ഒന്ന് കേട്ട് നോക്കി. നിങ്ങളോട് മതിപ്പ് കൂടത്തേ ഉള്ളൂ ചുറ്റുമുള്ള ആളുകൾക്ക്, ഇല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഒറ്റയ്ക്കൊരു സിനിമ കാണുന്നു, കുടുംബത്തോടെ ഇരുന്ന് സിനിമ കാണുന്നു, വ്യത്യാസമുണ്ട്, ഇല്ലേ? വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുടുംബമായി ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുടുംബത്തിന് നമ്മൾ നൽകേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നൽകണം. നമ്മൾ തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നതെന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കിയാൽ അവിടെ നമ്മുടെ പരാജയമാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ പരാജയമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതാണ്. ഒരു പ്രായമുണ്ട്, എന്താ, നമ്മൾ വിവാഹത്തിന് മുമ്പ് ഉള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും ചിന്താഗതികളൊന്നുമല്ല വിവാഹത്തിന് ശേഷം. കുറേയൊക്കെ എന്താണ്, നമ്മളൊരു ചേഞ്ച് വരും. കാരണം നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നു, നമുക്കൊരു സ്വന്തമായിട്ടൊരു കുടുംബമായി. അതുപോലെ തന്നെ കുട്ടികളാകുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരണം, അല്ലേ? അതിനനുസരിച്ച് നമ്മൾ മാറണം. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ കുട്ടികളുമായിട്ടിരിക്കുമ്പോൾ അതിനകത്തൊരു കുട്ടി പറഞ്ഞ്, ഞാൻ നേരത്തെ പോകും, സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ്? എല്ലാവരുമായിട്ടാണ്, അച്ഛനും അമ്മയും കുട്ടികളുമായിട്ട് സിനിമയ്ക്ക് പോവുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അതൊക്കെ നല്ല കാര്യമാണ്. അച്ഛനും അമ്മയും കുട്ടികളുമായിട്ട് സിനിമയ്ക്ക് പോകും, അങ്ങനെയൊക്കെ പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു സിനിമ ഏതാണെന്ന് എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടിട്ട് അതിന് പോകുന്നു, അല്ലേ? അല്ലാതെ ഏത് നേരവും ഹെഡ്സെറ്റും വെച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്ന ആരും മനസ്സിലാവാത്ത രീതിയിൽ ഇരുന്ന് ഏതോ ഒരു ലോകത്തിരിക്കുന്നു. വീട്ടിലാണുള്ളത് ആൾ. ഞങ്ങളുടെ അപ്പുറത്തൊരു പയ്യനുണ്ട്, ആ വീട്ടിലാണ് എപ്പോഴും ഉണ്ട്, പക്ഷേ വെളിയിലോട്ടൊന്നും കാണത്തില്ല. വീട്ടിൽ എപ്പോഴും ഇരുന്ന് സിനിമ കാണല്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ? ഏത് നേരം ആ വീടിനകത്ത് അടച്ചിരുന്ന് സിനിമ കാണുക, എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. അവർക്ക് കുറേ കാശ് കിട്ടും, പിന്നെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്കും കാശ് കിട്ടും. ഇയാൾക്ക് ഇയാളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയൊക്കെയാണ് ആളുകളിങ്ങനെ എന്തൊക്കെയോ കിട്ടുമെന്നുള്ള രീതിയിൽ പോകുന്നു. എന്താ സുഖത്തിൻ്റെ പുറകെ പോയാലും ആ സുഖങ്ങൾക്കൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ ആയുസ് തീരും. പക്ഷേ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അതങ്ങനെ നിലനിൽക്കും. മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലും അതിൻ്റെ കുറേ കണ്ടൻറ്റുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ എന്താ പറയുക, ഇയാളുടെയൊക്കെ ചാനലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി, അതൊക്കെ കണ്ടവർക്കെതിരെ കൂടെ വല്ല പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടത് ആരൊക്കെയാണെന്നൊന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇത് വന്നാൽ, അല്ലേ? എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം വഴിയെ പോകുന്നവർക്കൊക്കെ എന്താണ് കേസ് വരുമെന്നൊക്കെ പറയുന്നത് പോലെ ഇതൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളെപ്പോഴും ഒരു സാധ്യത മുന്നിൽ കാണും. എല്ലാം വേണം ആവശ്യത്തിന്. ഇയാൾ ഒരു വായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലാതെ എന്ത് പറയണേ? എന്താണ് ഇങ്ങനെയുള്ള ചാനൽ വഴി ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് നൽകുന്ന ഒരു സന്ദേശം? ഒരു സന്ദേശവുമില്ല. വലിയൊരു സന്ദേശം ഇപ്പോൾ അയാൾ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും കുറിച്ച് തോന്നിയതായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജയിലിൽ കിടക്കാം, ജാമ്യം കിട്ടിയാൽ പുറത്തിറങ്ങാം, പക്ഷേ കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ അവർ കേസ് പിൻവലിക്കണം. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് എപ്പോഴും ഒരു ഭീഷണിയായിട്ട് ഇങ്ങനെ അയാൾക്ക് ഇനി അങ്ങനെ ചിലപ്പോൾ അതും വെച്ചിട്ട് വേറെയും അത് കേസുമായി ബന്ധപ്പെട്ട് കോടതി കർശനമായിട്ട് ഇനി ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാവരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജാമ്യം റദ്ദാക്കും, പിന്നെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒറ്റ കണ്ടീഷനിൽ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് അയാൾക്കൊരു ഭയം കാണും. എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ആരുടെയും കാര്യം നമ്മുടേതുപോലും എന്തൊക്കെയാവും ഇനിയുള്ള ജീവിതമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളും സന്തോഷം കിട്ടുന്നതും ഒക്കെ ചെയ്യുക. ഓക്കെ.